കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 15-ാം അധ്യായം 26-ാം വാക്യം. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 15-ാം അധ്യായം 26-ാം വാക്യം. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഈ വർഷവും കോട്ടയം പരിസര പ്രദേശങ്ങളിൽ ദൈവവചനപ്രകാരം ദൈവത്തെ ആരാധിച്ചു പോരുന്ന പ്രാദേശിക സഭകളുടെ സംയുക്തമായ ഈ കൺവെൻഷനിൽ കർത്താവിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരോടൊപ്പം ദൈവവചന ശുശ്രൂഷ നിർവഹിപ്പാൻ എനിക്കും അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. സഭകൾ ഇങ്ങനെയൊരു സംരംഭം ശുശ്രൂഷയ്ക്കായി സംജാതമാക്കി തന്നതിൽ വ്യക്തിപരമായി കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സന്തോഷവും ഞാൻ അവരെ അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവവചന പ്രഘോഷണം ശ്രവിക്കുന്നതിന് വളരെ താല്പര്യത്തോട് സന്തോഷത്തോട് ഇവിടെ വന്നെത്തിയിരിക്കുന്ന വിദൂരതയിൽ നിന്നും സമീപത്തു നിന്നും എല്ലാ സഹോദരീ സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനവും ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. കഴിഞ്ഞ 3 രാത്രികളിലും ദൈവദാസന്മാരിലൂടെ കേൾപ്പിച്ച ദൈവവചനത്തിന്റെ മാറ്റൊലി ഇപ്പോഴും ഇവിടെ അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒടുവിലത്തെ രാത്രിയിലെ പ്രഭാഷണത്തിന് ഒടുവിലായിട്ട് എൻ്റെ ഹൃദയത്തിന് നൽകിയ ഒരു പ്രകാശനമനുസരിച്ചാണ് ഈ വാക്യം ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത്. എനിക്ക് തോന്നുന്നു ഈ ഒടുവിലത്തെ രാത്രിയിൽ ഈ പ്രഭാഷണം, ഈ വിഷയം എല്ലാവർക്കും പ്രയോജനകരമായിരിക്കും എന്ന്. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതി വരുമ്പോൾ അത് സംബന്ധിയായി പറഞ്ഞിരിക്കുന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് ഈ രാത്രിയിലെ വിചിന്തനത്തിന് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. മരണത്തിന് മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. മനുഷ്യ ചരിത്രത്തിന്റെ ഉൽപ്പത്തി മുതൽ അവരുടെ ഒടുവിലത്തെ അധ്യായം എഴുതി ചേർക്കുന്നതുവരെ മരണം മാനവരാശിയുടെ ജീവിതത്തിൽ അതിന്റെ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കും. മരണത്തിന്റെ വിഷമുള്ളിൽ ഉടക്കാത്ത ജീവിതങ്ങൾ ഇതപര്യന്തമില്ല. മരണം മനുഷ്യനെ മണ്ണിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നു. എല്ലാവിധത്തിലും ഉന്നതമായ നേട്ടങ്ങളുടെ ശ്രേണികൾ പിടിച്ചുപറ്റിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എല്ലാ തലങ്ങളിലും അവൻ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ അമ്പും വില്ലും ഉപയോഗിച്ച് കാട്ടിൽ അടരാടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറി മനുഷ്യൻ പരിഷ്കാരത്തിന്റെ പരമകാഷ്ഠയെ പ്രാപിച്ചിരിക്കുകയാണ്. മനുഷ്യൻ നീട്ടുന്ന ചൂണ്ടുവിരലിന്റെ മുൻപിൽ ഒരാനയെ മുതൽ എറുമ്പിനെ വരെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നുണ്ട്.
ശാസ്ത്രത്തിന്റെ നീളമുള്ള കരങ്ങൾ നീട്ടി വാനഗോളങ്ങളെ കീഴ്പ്പെടുത്തുവാനും മനുഷ്യന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യന് ഇതുവരെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഈ അവനിയുടെ മുഖത്തുണ്ടെങ്കിൽ അത് മരണമാണ്. വൈദ്യശാസ്ത്രം വളരെ പുരോഗമിച്ചിട്ടുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളേക്കാൾ ഉന്നതമായ ഹോസ്പിറ്റലുകൾ, എല്ലാ സൗകര്യങ്ങളുമുള്ളത് ഒക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും വന്നെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏത് രോഗിയെ കിട്ടിയാലും അനായാസേന ചികിത്സിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. എന്നിട്ട് പോലും ഈ മരണത്തെ മാറ്റി നിർത്തുവാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു എന്നതിന്റെ ഉത്തരത്തിലേക്ക് നാം ഒന്ന് കടന്നു ചെന്നാൽ, ഞാൻ ഓർപ്പിച്ചതുപോലെ അവൻ ശാസ്ത്രീയമായി പുരോഗമിക്കാഞ്ഞിട്ടല്ല, വൈദ്യശാസ്ത്രപരമായി ഉയരാഞ്ഞിട്ടല്ല. എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്നതിന് വ്യക്തമായ ഒരു മറുപടി വിശുദ്ധ ബൈബിൾ മാത്രമാണ് നമുക്ക് നൽകുന്നത്. ആ വിശുദ്ധ ബൈബിളിൽ റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ മരണത്തിന്റെ മൂലകാരണങ്ങളിലേക്ക് ഒന്ന് ഊളിയിട്ട് ഇറങ്ങിച്ചെന്നാൽ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യന്റെ പാപമാണ് മനുഷ്യനെ മരണത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നാണ്. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിലും അതുതന്നെ നാം വായിക്കുന്നുണ്ട്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അങ്ങനെ വേദപുസ്തകം മുഴുവനായി പരിശോധിക്കുന്ന പക്ഷം പാപമാണ് മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് തന്നെയല്ല, മനുഷ്യനോടുള്ള ദൈവത്തിന്റെ നിയമനങ്ങളിൽ ഒന്നാണ് മരണം എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ ലേഖനകർത്താവ് കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തമായ 2 നിയമനങ്ങളാണ് നാം അവിടെ വായിക്കുന്നത്. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിയമനങ്ങളിൽ ഒന്നാണ് ഒരിക്കൽ മരണം എന്നുള്ളത്. ആ നിയമത്തെ മാറ്റി എഴുതുവാൻ മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും സാധിക്കുന്നതല്ല. അത് ദൈവത്തിന്റെ ശക്തമായ നിയമനമാണ്. ഈ മരണത്തിന്റെ മുൻപിലാണ് മനുഷ്യൻ ആലില പോലെ വിറയ്ക്കുന്നത്. മരണമെന്ന പദം മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. ഈ ഒരു കാലങ്ങളിലായി നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളെക്കാൾ അധികം മരണം മനുഷ്യനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല. എന്ന് എല്ലാ മനുഷ്യരിലും മരണം പരന്നിരിക്കുന്നു എന്ന് വായിക്കുന്നത് പോലെയുള്ള അവസ്ഥയാണ് എല്ലായിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേദപുസ്തകത്തിൽ മരണമെന്ന ആ പദത്തിന് 3 തലങ്ങളുണ്ടെന്ന് വേദവിദ്യാർത്ഥികൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. മരണത്തിന്റെ 3 തലങ്ങളെന്ന് പറയുന്നത്: ഒന്ന് ആത്മീയ മരണം, രണ്ടാമത് ശാരീരിക മരണം, മൂന്നാമത് രണ്ടാം മരണമെന്ന് പറയും നിത്യമരണമായ തീപ്പൊയ്കയാണ്.
അങ്ങനെ മരണത്തിന്റെ 3 തലങ്ങളെ സംബന്ധിച്ചു ബൈബിൾ വളരെ വ്യക്തമായ വിശദീകരണം നമുക്ക് നൽകുന്നുണ്ട്. അതിൽ ആത്മീയ മരണത്തെ സംബന്ധിച്ച് ദൈവവചനത്തിൽ വേണ്ടുവോളം വാക്യങ്ങളുണ്ടെങ്കിലും ഒരു വാക്യം അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നിങ്ങളെയും. അവിടെ വിവക്ഷിക്കുന്നത് ആത്മീയ മരണമാണ്. ലോകത്തിലെ മനുഷ്യരെല്ലാം ആത്മീയമായി മരിച്ചിരിക്കുകയാണ്. ചിക്കാഗോയിൽ താമസിച്ചുകൊണ്ട് മിക്കവാറുമുള്ള രാജ്യങ്ങളിൽ വേദം പഠിപ്പിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനായിരുന്നു വാരൻ W.V.Ashby. എഫേസ്യ ലേഖനത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ഈ ലോകമെന്ന് പറയുന്നത് ആത്മീയമായി മരിച്ചിരിക്കുന്നവരുടെ ശവപ്പറമ്പാണ് എന്ന്. ശ്വസിക്കുന്നുണ്ട്, കൈകാലുകൾക്ക് ബലമുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, കാഴ്ചശക്തിയുണ്ട്, ശ്രവണശക്തിയുണ്ട്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ആത്മീയമായി മനുഷ്യൻ മരിച്ചിരിക്കുകയാണ്. കുറെ കാലം മുൻപ് എന്റെ പുസ്തക ശേഖരണത്തിൽ ഒരു പുസ്തകമുണ്ടായിരുന്നു. ഇപ്പോഴത് കാണുന്നില്ല. കഴിഞ്ഞിടയിലും ഞാൻ തിരക്കി. മാറിയുള്ള താമസത്തിൽ നഷ്ടപ്പെട്ടതാവാം. ആ പുസ്തകത്തിന്റെ പേര് ഡോക്ടർ A.T. കോവൂരിന്റെ തിരഞ്ഞെടുത്ത 22 കൃതികൾ എന്നുള്ളതാണ് ആ ഗ്രന്ഥം. വളരെ വേഗത്തിൽ വായിച്ച് അവസാനിപ്പിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവന, പഴയ നിയമത്തിലെ യഹോവ നുണ പറയുന്ന യഹോവയാണ്. അത് പറയാനുള്ള കാരണവും അദ്ദേഹം അവിടെ കൊണ്ടുവരുന്നുണ്ട്. ദൈവം മനുഷ്യനോട് പറഞ്ഞു, പാപം ചെയ്യുമ്പോൾ നീ മരിക്കുമെന്ന്. മനുഷ്യൻ മരിച്ചില്ലല്ലോ. അവൻ വീണ്ടും 900-ൽ പരം വർഷങ്ങൾ ജീവിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചുവെന്നാണല്ലോ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്നത്. അതുകൊണ്ട് ദൈവം പറയുന്നത് പോലെയല്ല സംഭവിച്ചത്. അവിടെ ദൈവം നുണയാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. നാസ്തികളുടെ തലത്തൊട്ടപ്പനെന്ന് ഒരുപക്ഷെ പേര് കൊടുക്കാൻ കഴിയുന്ന A.T. കോവൂരിന്റെ അനുയായികള് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് നിങ്ങളുടെ ഒരു സ്നേഹിതൻ എന്ന നിലയിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ട്. അദ്ദേഹം മരണമെന്ന് വിചാരിച്ചത് ശാരീരിക മരണമാണ്. എന്നാൽ മരണത്തിന്റെ 1-ാമത്തെ തലമെന്ന് പറയുന്നത് ആത്മീയ മരണമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച ആ സമയം തന്നെ അവൻ ആത്മീയമായി മരിച്ചുവെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെയൊരു പ്രസ്താവനയ്ക്ക് കാരണമായി മാറിയത്. അതുകൊണ്ട് ഞാൻ ഒരു വസ്തുതയെ ഓർപ്പിക്കട്ടെ, അപ്പോൾ തന്നെ മരിച്ചു ആത്മീയമായി. 2-ാമത്തേത് ശാരീരിക മരണമാണ്. ശാരീരിക മരണത്തിന് വേണ്ടുവോളം വചനങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോഴിവിടെ നിരത്തിയില്ലെങ്കിലും നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. 3-ാമത്തെ മരണമെന്ന് പറയുന്നത് 2-ാം മരണമെന്നും പറയും, നിത്യമരണമെന്നും പറയും, അതിന് തീപ്പൊയ്കയെന്നും പറയും. അതെന്താണ്? അത് സംബന്ധിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ വളരെ ആധികാരികമായി തന്നെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യം, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം എന്നവിടെ പറയുന്നു. വെളിപ്പാട് 21-ന്റെ 8-ലും അതൊക്കെ തന്നെയാണ് പറയുന്നത്. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്രേ ഇത് 2-ാമത്തെ മരണം അല്ലെങ്കിൽ നിത്യമരണം.
അങ്ങനെ ബൈബിൾ വിവക്ഷിക്കുന്ന മരണത്തിന്റെ 3 തലങ്ങളാണ് ഞാനിപ്പോൾ ഓർപ്പിച്ചത്. ഒന്നാമത് ആത്മീയ മരണം, 2 ശാരീരിക മരണം, 3 രണ്ടാം മരണമെന്ന് പറയുന്ന നിത്യമരണം, അർത്ഥാൽ നിത്യ നരകം. മരണമെന്ന പദത്തിനർത്ഥം ഇന്ന് രാത്രിയിൽ ഞാനിവിടെ വിളിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ നാവിന്റെ തുമ്പിൽ എപ്പോഴും ഉള്ളതാണ് മരണമെന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ, വേർപാട് എന്നാണ്. ആത്മീയ മരണമെന്ന് പറഞ്ഞാൽ ആത്മാവ് ദൈവത്തിങ്കൽ നിന്ന് വേർപെട്ടു പോകുക എന്നുള്ളതാണ്. അതല്ലേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 2 വാക്യത്തിൽ നാം വായിക്കുന്നത്? ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നിങ്ങളുടെ പാപമാണ്. അവിടെയാണ് ആത്മീയ മരണത്തിന് ഒരു വിശദീകരണം നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്. രണ്ടാമത്തേത് ശാരീരിക മരണമാണ്. അത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുക എന്നുള്ളതാണ്. 80, 85, 100, 106 വർഷങ്ങൾ ഈ മൺകൂടാരത്തിൽ ഈ ആത്മാവിനെ കൊണ്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ദൈവത്തിന്റെ കടികാരത്തിൽ നമുക്കൊക്കെ സമയമാകുമ്പോൾ ഈ മൺകൂടാരത്തിൽ നിന്ന് ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ആത്മാവ് വേർപെട്ടു പോകുമ്പോഴാണ് ശാരീരിക മരണം സംഭവിക്കുന്നത്. അത് യാക്കോബിന്റെ ലേഖനത്തിലും നാം വായിക്കുന്നുണ്ട്. അതുവരെ നമ്മളൊക്കെ ഈ വാടക വീട്ടിലാണ് കഴിയുന്നത്. ഒരിക്കൽ ഈ വാടക വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. മിക്കവാറുമൊക്കെ തമിഴ്നാടുകളിലൊക്കെ ശുശ്രൂഷയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നല്ല തമിഴ് പാട്ടുകൾ കേൾക്കാനായിട്ട് കഴിയും. നമ്മുടെ മലയാളത്തിലെ പല പാട്ടുകളും അവിടെ നിന്ന് വന്നതാണെന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അവര് സാധാരണ പാടുന്ന ഒരു പാട്ടുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞ വിഷയസംബന്ധിയായി. ഇങ്ങനെയാണ് പാടുന്നത്: നീ വാഴും വാഴ്ക്കയിത്താൽ ഇത് വാടക ഈ വീടുതാൻ. നീ വാഴുന്ന കാലത്തോളം ഇത് വാടക വീടാണ്. കഴിഞ്ഞ 72 വർഷമായി ഞാൻ ഈ വാടക വീട്ടിൽ പാർത്തുകൊണ്ടിരിക്കുക. ദൈവം എനിക്ക് ഇങ്ങോട്ട് തന്നതാണ്. എപ്പോഴാണ് ഇത് ഒഴിഞ്ഞു കൊടുക്കേണ്ടത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ വചന കൂടാരത്തിൽ ഇരിക്കുന്നവരോടും ഇതിനപ്പുറം നിൽക്കുന്നവരോടും എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. ഒരിക്കൽ ഈ കൂടാരം ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുകയാണ് ചെയ്യുന്നത്. അതിനാണ് ശാരീരിക മരണം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് നിത്യമരണമാണ്. നിത്യമരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ അവന്റെ പാപനിമിത്തമായി പാപപരിഹാരം വരുത്താത്തതിനാൽ ദൈവത്തിങ്കൽ നിന്ന് അവന്റെ ആത്മാവും ദേഹിയും ശരീരവും, ഈ 3 ഘടകങ്ങളും, ആ മുഴു ആളത്വവും ദൈവത്തെ വിട്ട് എന്നേക്കുമായി മടങ്ങി വരുവാൻ കഴിയാത്ത നിലയിൽ നരകത്തിലേക്ക് പോവുകയാണ്. അതിനാണ് നിത്യമരണം അല്ലെങ്കിൽ രണ്ടാം മരണം എന്നൊക്കെ തിരുവെടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരാമുഖമായ ഒരാലോചന ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. എന്നാൽ 1 കൊരിന്ത്യർ 15:26 ശാരീരിക മരണത്തെ സംബന്ധിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകുമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാണ് മരണം നീങ്ങിപ്പോകുന്നത്? ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, മരണത്തെ നീക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. എന്നാൽ മരണത്തെ നീക്കും, മരണം നീങ്ങിപ്പോകും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. എന്നാണ് മരണം നീങ്ങിപ്പോകുന്നത്? അതിനൊരൊറ്റ ഉത്തരമേ തിരുവെഴുത്തിലുള്ളൂ. അതാണ് 1 കൊരിന്ത്യർ 15 പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15 അധ്യായത്തിന് വേദപഠിതാക്കൾ കൊടുത്തിരിക്കുന്ന പേര് പുനരുത്ഥാനത്തിന്റെ അധ്യായം എന്നാണ്. ലേഖനത്തിൽ വെച്ച് ഇത്രയും വലിയ അധ്യായം മറ്റൊരു ലേഖനങ്ങളിലുമില്ല. ആ ലേഖനത്തിലെ 15 അധ്യായത്തിലാണ് അത് പുനരുത്ഥാനത്തിന്റെ അധ്യായമാണ്. അപ്പോൾ ഈ ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകണമെങ്കിൽ മരിച്ചവരുടെ പുനരുത്ഥാനം സംഭവിക്കണം. വേറെയൊരു വിധത്തിൽ പറഞ്ഞാൽ,
മരണത്തിന് പിടിച്ചു വയ്ക്കുവാൻ ഒന്നുമില്ലാതെ വരണം. മരണത്തിന് ഗ്രസിക്കുവാൻ ഇരയില്ലാതെ വരണം. അങ്ങനെ വരുമ്പോൾ ശൂന്യതയാണ്. ആ ശൂന്യമായ അവസ്ഥയിൽ നിന്ന് മരണം നീങ്ങിപ്പോക മാത്രമാണ് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് വീണ്ടും നമുക്ക് ഓർക്കാനുള്ള കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നല്ലേ അർത്ഥമാക്കുന്നത്? നിശ്ചയമായും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. പുരാതന ഭക്തനായ ഇയ്യോബ് തന്റെ പുസ്തകത്തിന്റെ 14-ാം അധ്യായത്തിൽ വളരെ ലോക പ്രസിദ്ധമായ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഇതാണ്: മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ലോകത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഇവിടുത്തെ ശാസ്ത്ര പടുക്കൾക്ക് കഴിയുന്നില്ല, ഇവിടുത്തെ മഹാരഥന്മാർക്ക് കഴിയുന്നില്ല, ഇവിടുത്തെ തത്വസംഹിതകൾക്ക് കഴിയുന്നില്ല. ഇവിടെ ഈ മരണത്തിനപ്പുറം മനുഷ്യൻ എവിടെയെന്ന് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി നൽകാൻ എന്തിനു പറയേണ്ടു, മതങ്ങൾക്ക് പോലും ശരിയായി സാധിക്കുന്നില്ല. അതിനൊക്കെ വ്യക്തമായ മറുപടിയാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ എവിടെയെന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ തലപുകഞ്ഞാലോചിക്കേണ്ട കാര്യമില്ല. ദൈവവിശ്വാസിയെ തിരുവെഴുത്തായ ബൈബിളിലേക്ക് മടങ്ങി വന്നാൽ മതി. ബൈബിള് പറയുന്നതൊക്കെ വിശ്വസിക്കാമോ? നിശ്ചയമായും ബൈബിൾ പറയുന്നത് വിശ്വസിക്കാം. എന്തുകൊണ്ട് വിശ്വസിക്കാം? ബൈബിളിന്റെ സവിശേഷത കൊണ്ട്. ബൈബിളിന് എന്താണ് സവിശേഷത? 1, ഇത് യഹോവയുടെ പുസ്തകമാണ്. 2, ഇത് ദൈവവചനമാണ്. 3, ദൈവവിശ്വാസിയെ തിരുവെഴുത്താണ്. ബൈബിളിന് പകരം വയ്ക്കാൻ ഇതപര്യന്തം ഒരു ഗ്രന്ഥം ഈ ഭൂമിയുടെ മുഖത്ത് നാളിതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാകുകയുമില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പുസ്തകമെന്ന് നാമകരണം ചെയ്യാൻ കഴിയുന്ന ഏക പുസ്തകമുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ പുസ്തകമാണ്. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, ഈ ചോദ്യത്തിന്റെയൊക്കെ മറുപടി ഈ ബൈബിളിലുണ്ട്. നാം യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നു, നിങ്ങൾ യഹോവയുടെ പുസ്തകത്തിലേക്ക് വരിക, അതിന് ഇണയില്ലാതിരിക്കുകയില്ല. അതുകൊണ്ട് ഏത് ചോദ്യത്തിനും മറുപടി ഈ ഗ്രന്ഥത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പുസ്തകം എന്താ? മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ കുറിച്ച് പറയുന്നത്. മരണത്തിനപ്പുറമുള്ള മനുഷ്യൻ ജീവിക്കുന്നുണ്ടോ? ഉവ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ഒരുപാട് തെളിവുകൾ എന്റെ കൈവശമുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് വെട്ടിച്ചുരുക്കി അത്യാവശ്യ കാര്യങ്ങൾ പറയുവാനാണ് എനിക്ക് താല്പര്യമുള്ളത്. ഒന്നാമത്, മനുഷ്യനൊരു ആത്മാവുണ്ടെന്നുള്ളതാണ്. മരണത്തിന്റെ മറുകരയിൽ മനുഷ്യന് ജീവിതമുണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. മനുഷ്യനെന്ന് പറയുന്നത് കേവലം ഒരു ജൈവരാസ പിണ്ഡമല്ല. ആരോ പാടിവെച്ചിരിക്കുന്നത് പോലെ 6 അടി മണ്ണിൽ നീറി ഒടുങ്ങിപ്പോകുന്ന ഒരു ജീവിതമല്ല. മറ്റാരോ പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യൻ 6 അടി മണ്ണിന്റെ ജന്മിയല്ല. അതിനപ്പുറം മനുഷ്യന് ജീവിതമുണ്ടെന്നും മനുഷ്യന് മൂല്യമുണ്ടെന്നുമുള്ള തിരിച്ചറിവിലേക്ക് നാം ഒക്കെ കടന്നു വരേണ്ടത് വളരെ ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ മനുഷ്യനെ മൂല്യതയുള്ളതാക്കി മാറ്റുന്നത് എന്താണ്? മനുഷ്യന്റെ ആത്മാവാണ്. മനുഷ്യന് ആത്മാവില്ലെന്ന് വന്നാൽ സകല ജീവജാലങ്ങളും മനുഷ്യനേക്കാൾ വില കൂടിയതായിട്ട് മാറും. എന്നാൽ അങ്ങനെയല്ലല്ലോ. മനുഷ്യനല്ലേ വില കൂടിയവനായി നിൽക്കുന്നത്? മനുഷ്യനെന്ന് പറയുന്നത് ദൈവ സൃഷ്ടിയുടെ മകുടമാണ്. മനുഷ്യനെ മാത്രമാണ് ദൈവം ഉണ്ടാക്കിയത് എന്ന് വായിക്കുന്നു. ദൈവം തന്റെ കരാങ്കുലിയാൻ മണ്ണിൽ നിന്നും മെനഞ്ഞെടുത്തതാണ് മനുഷ്യനെന്നുള്ളത് വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ എല്ലാ തലങ്ങളിലും വിലയുള്ളവനാണെന്നുള്ള സത്യം നാം മറന്നുപോകാൻ പാടില്ല. ഇന്ന് രാത്രിയിൽ അവിടെവിടങ്ങളിലായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹബുദ്ധിയ ഓർപ്പിക്കട്ടെ, എനിക്കെന്താണ് വില? ഞാൻ വിലയില്ലാത്തവനാണ്. എന്നെ ആരും ശ്രദ്ധിക്കാനില്ല. എന്തിന് ഞാൻ ഇങ്ങനെ ജീവിക്കണം? മരിച്ചാൽ മതി
എന്നൊക്കെ ചിന്തിച്ചൊരു പക്ഷേ ആത്മീയതയ്ക്ക് വേണ്ടി നിരവധി പ്രാവശ്യം ആലോചിച്ചിട്ടുള്ളവര് ഇതിന്റെ പരിസരങ്ങളിൽ ഞങ്ങളുടെ വാക്കുകളെ കേൾക്കുന്നുണ്ടാകാം. അവരോട് ഞാൻ വ്യക്തമായി പറയട്ടെ, ഈ കോട്ടയം പട്ടണത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനും ഇവിടുത്തെ വഴിത്തലയ്ക്കൽ ഭിക്ഷയാചിക്കുന്ന ഭിക്ഷക്കാരനും സ്വർഗത്തിലെ ദൈവം കൊടുത്തിരിക്കുന്നത് ഒരു വിലയാണ്, ആ ആത്മാവിന്റെ വില. എന്താണ് മനുഷ്യന്റെ ആത്മാവിന്റെ വില? യേശു അത് പഠിപ്പിച്ചു. എന്താണ് പഠിപ്പിച്ചത്? സർവ്വലോകത്തേക്കാൾ വിലയാണ്. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, മരണത്തിന്റെ മറുകരയിൽ മനുഷ്യന് ജീവിതമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ഈ പുസ്തകം പറയുന്നു, അതിന്റെ കാരണം മനുഷ്യൻ ആത്മാവുണ്ടെന്നുള്ളതാണ്. ആത്മാവിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ 2-3 വാക്യങ്ങൾ വെച്ച് പറഞ്ഞു മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആകാശത്തെ വിരിച്ചവനും ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനും മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ചവനുമായ യഹോവ അരുളി ചെയ്യുന്നത് എന്നാണ്. ഈ മനുഷ്യന്റെ ഉള്ളിൽ, ശരീരത്തിന്റെ ഉള്ളിൽ ദൈവം ഒരു ആത്മാവിനെ നിർമ്മിച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നത് 2 ഘടകങ്ങളുടെ സംഗമമാണ്. മണ്ണിന്റെയും വിണ്ണിന്റെയും സംഗമമാണ്. ആത്മാവ് മണ്ണിൽ നിന്ന്, ശരീരം വിണ്ണിൽ നിന്ന്, ശരീരം മണ്ണിൽ നിന്ന്, അങ്ങനെ മണ്ണിന്റെയും വിണ്ണിന്റെയും സംഗമമായിരിക്കുന്ന മനുഷ്യന്റെ മരണാവസ്ഥയെ സംബന്ധിച്ച് അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും സഭാപ്രസംഗികളുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ എന്താ കാണുന്നത്? ശരീരം പണ്ട് പൊടിയായിരുന്നതുപോലെ പൊടിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നുവെന്നാണ്. ഇതൊക്കെ വിവരിച്ചു കേൾപ്പിക്കാൻ ഇവിടെ ഇരിക്കുന്നവർക്ക് ആവശ്യമില്ലെങ്കിലും ചുറ്റുവട്ടത്തുള്ളവർക്ക് ഇത് ആവശ്യമുണ്ട്. ശരീരമെന്ന് പറയുന്നത് അത് പൊടിയാണ്, മണ്ണാണ്. മരിക്കുമ്പോൾ ഈ മണ്ണിലേക്ക് തന്നെ പോകുക. അതാണ് ഉൽപ്പത്തി പുസ്തകം 3-ൽ വായിക്കുന്നത്. പൊടി പണ്ടായിരുന്നതുപോലെ പൊടിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുക. അവിടെ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? സ്വർഗത്തിലേക്ക് പോകുന്നുവെന്നാണോ? അല്ല. അവിടെ ദൈവത്തിന്റെ അടുക്കലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയന്ത്രണത്തിലേക്ക് ഈ ആത്മാവ് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ആത്മാവ് മരണത്താൽ ദൈവത്തിന്റെ കസ്റ്റഡിയിലേക്ക് പോകുമ്പോൾ ആത്മാവിന് ഇവിടെ അലഞ്ഞു നടക്കാൻ കഴിയുകയില്ല. ചിലരൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കേവലം ഒരു 40 ദിവസമെങ്കിലും ആ വീടിനകത്ത് കറങ്ങി നടക്കുമെന്നാണ്. ദുഷ്ടാത്മാക്കളാണെങ്കിൽ അത് വിട്ടുപോകുകയില്ല എന്നാണ്. അങ്ങനൊക്കെ പേടിച്ചരണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നെങ്കിൽ ഞാൻ അവരോട് വളരെ വ്യക്തമായി പറയട്ടെ, നിങ്ങൾ പേടിക്കണ്ട. മരിച്ചവര് പോകേണ്ടടുത്ത് പോയി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് മനുഷ്യന് മരണാനന്തര ജീവിതം ഉണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുക. ഇനി ഒരു കാര്യം കൂടി ഓർപ്പിച്ച് ആ ഭാഗം വിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യന് മരണാനന്തര ജീവിതമുണ്ടെന്ന് വളരെ വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവാണ്. ഒരു സംഭവ കഥയിലൂടെ അദ്ദേഹം അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ആ വസ്തുതയാണ് ലൂക്കോസ് ആത്മാവിനാൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെ എന്താണ്? ഒരാളുടെ പേര് പറയുന്നു ലാസർ, അവൻ ദരിദ്രനാണ്. മറ്റൊരുത്തനുണ്ട്, പേര് പറഞ്ഞിട്ടില്ല, അവൻ ധനവാനാണ്. 2 പേരും മരിച്ചു. നമുക്ക് ആ സംഭവം അറിയാം. ധനവാൻ യാതനാ സ്ഥലത്തേക്ക് പോയി, ഈ ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് പോയി എന്നാണ്. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? മനുഷ്യൻ മരണം കൊണ്ട് തീരുന്നില്ലെന്നും മരണത്തിന്റെ അപ്പുറേ മനുഷ്യൻ ജീവിക്കുന്നുവെന്നും യേശു വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ വേദഭാഗത്ത് നോക്കിയാൽ മരണത്താൽ മാറിപ്പോയ ജീവിക്കുന്ന 3 ആളുകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1 അബ്രഹാമിനെ അവിടെ കാണുന്നു, 2 ലാസറിനെ കാണുന്നു, 3 ധനവാനെ കാണുന്നു. ഞാൻ ചോദിക്കട്ടെ, മരണം കൊണ്ട് എല്ലാം തീരുമെന്ന് വരികില് അവരെങ്ങനെയാ അവിടെ കാണുന്നത്? അബ്രഹാമിനെ കാണുന്നു, ലാസറിനെ കാണുന്നു, ധനവാനെ കാണുന്നു. അപ്പോൾ മരിച്ചിട്ടും ജീവിക്കുന്നവരായ 3 വ്യക്തികള്. ഒത്തിരി പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ.
മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുനരുത്ഥാനത്തെ കുറിച്ച് വിശ്വാസമില്ലാത്ത സദൂക്യര് യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യമൊക്കെ ഇവിടെ വിവരിച്ചാൽ അത് ശരിയാകയില്ല, സമയം പോകും. അതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോകുക. അവരുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരു സ്ത്രീക്ക് ആദ്യം ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, അവൻ മരിച്ചു. രണ്ടാമത് അവന്റെ സഹോദരൻ വിവാഹം കഴിച്ചു, അവനും മരിച്ചു. മൂന്നാമത്തെ സഹോദരനും വിവാഹം കഴിച്ചു. അങ്ങനെ 7 പേര് സഹോദരന്മാരെ മരണത്താൽ മാറിയവരുടെ സ്ഥാനത്ത് ഇവളെ വിവാഹം കഴിച്ചു. യേശുവിനെ പരിഹസിച്ചുകൊണ്ടാണ് അവർ ചോദിച്ചത്, അങ്ങ് ചെല്ലുമ്പോൾ ഇവൾ ആരുടെ ഭാര്യയായിരിക്കുമെന്ന്. അപ്പോൾ യേശു കൊടുത്ത മറുപടി ഇങ്ങനെയാ: അവിടെ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, അവരൊക്കെ ദൈവദൂതർക്ക് തുല്യരാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെഭാഗത്ത് വരുമ്പോൾ യേശു സമർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. എന്നിട്ടെന്താ പറയുന്നത്? ദൈവം ദൈവത്തെ പരിചയപ്പെടുത്തിയത് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് ദൈവം ദൈവത്തെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ അവർ ജീവിച്ചിരുന്നിട്ടല്ലേ എന്നാണ് യേശു അവിടെ സമർത്ഥിക്കുന്നത്. ആകിയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും സുഹൃത്തുക്കളുമായുള്ളവരോട് പറയട്ടെ, മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുന്നുണ്ടെന്നുള്ള സത്യം ഞാനും നിങ്ങളും ഓർക്കണം. ഇനി ആ ചോദ്യത്തിന്റെ 2ാം പകുതിയിലേക്ക് വരികയാണ്. എന്താണ് 2ാം പകുതി? അവരിപ്പോ എവിടെയാണ്? അവര് ജീവിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും അവരിപ്പോൾ എവിടെയാണ് കഴിയുന്നത്? അത് സംബന്ധിച്ച് വേദപുസ്തകം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഞാനൊരു വസ്തുത പറയാം. യേശുവിന്റെ ഉയർപ്പ് വരെ മരിക്കുന്നവരൊക്കെ പാതാളത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പാതാളത്തിൽ 2 തലങ്ങളുണ്ട്. അബ്രഹാമിന്റെ മടി, അത് പാതാളത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അവിടെ അബ്രഹാമിന്റെ മടി എന്ന് ഉദ്ദേശിക്കുന്നത് യഹൂദന്മാര് പർദീസയ്ക്കാണ്, പാതാളത്തിലെ പർദീസ. അപ്പോൾ മരിക്കുന്ന ഒരു കൂട്ടര് അങ്ങോട്ട് പോകും, രണ്ടാമത്തെ കൂട്ടര് ഈ ധനവാൻ പോയ സ്ഥലം, അതും പാതാളത്തിലാണ്, യാതനാ സ്ഥലത്ത്. കുറെ കൂടെ വ്യക്തമായി ഞാൻ ഇങ്ങനെ പറയട്ടെ, രണ്ടും പാതാളത്തിലാണെങ്കിൽ തന്നെയും ഇതിന് 2 തലങ്ങൾ, 2 തട്ടുകളുണ്ട്. കീഴെയുള്ള പാതാളമെന്നും മീതെയുള്ള പാതാളമെന്നും. അതിന് 2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 85-ാം സങ്കീർത്തനത്തിൽ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ? നീ എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നുവെന്നാണ്. പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്നല്ല, അധമപാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പോൾ പാതാളത്തിന്റെ മറ്റൊരു താഴെയുള്ള ഭാഗമാണ് അധമപാതാളം. ഇനി സദൃശവാക്യങ്ങളുടെ പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താ കാണുന്നത്? നീതിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളം അവൻ ഒഴിഞ്ഞു പോകുന്നുവെന്നാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? മേലോട്ടാകുന്നുവെന്ന് പറയുന്നത് നീതിമാൻ മീതെയുള്ള പാതാളത്തിലേക്കാണ് പോകുന്നത്. കീഴെയുള്ള പാതാളം അഥവാ യാതനാ സ്ഥലം അവൻ ഒഴിഞ്ഞു പോകുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ എവിടെ? ഒരു കൂട്ടര് അധമപാതാളത്തിലേക്ക് പോകും, മറ്റൊരു കൂട്ടര് മീതെയുള്ള പാതാളം, അബ്രഹാമിന്റെ മടി അല്ലെങ്കിൽ പാതാളത്തിന്റെ പർദീസയിലേക്ക് അവര് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ആദാം മുതലുള്ള സകല നീതിമാന്മാരും പഴയ നിയമ കാലഘട്ടത്തിൽ മരിച്ചിട്ടുള്ള സകല വിശുദ്ധന്മാരും നീതിമാന്മാരും ഈ മീതെയുള്ള പാതാളത്തിലെ അബ്രഹാമിന്റെ മടിയെന്ന് വിശേഷിപ്പിക്കുന്ന ആ പർദീസയിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ കയീൻ മുതലുള്ള സകല ദുഷ്ടന്മാരും പൊയ്ക്കൊണ്ടിരുന്നത് കീഴെയുള്ള പാതാളമായ യാതനാ സ്ഥലത്തേക്കായിരുന്നു. അതാണ് അതിനുള്ള മറുപടി. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ എവിടെ? ഒരു കൂട്ടര് നീതിമാന്മാർ, വിശുദ്ധർ, അവര് മീതെയുള്ള പാതാളമായ പർദീസയിലേക്കും, അല്ലാത്ത ദുഷ്ടന്മാര് കീഴെയുള്ള പാതാളമായ യാതനാ സ്ഥലത്തേക്കും പോകുന്നു. എന്നാൽ ഈ കൃപായുഗത്തിൽ, ഈ പുതിയ നിയമകാലത്ത് അതിന് വ്യത്യാസം വന്നിരിക്കുകയാണ്. എന്താണ് വ്യത്യാസം? പറയാം. ഈ മീതെയുള്ള പാതാളത്തിലായിരുന്ന വിശുദ്ധന്മാർക്ക് അവിടെ നിന്ന് സ്ഥാനക്കയറ്റം കിട്ടി.
എന്നാൽ കീഴെയുള്ള പാതാളം അല്ലെങ്കിൽ യാതനാ സ്ഥലത്തുള്ളവർക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്നും രക്ഷിക്കപ്പെടാത്ത, മാനസാന്തരപ്പെടാത്ത പാപികളായ മനുഷ്യർ മുഴുവൻ പോകുന്നത് കീഴെയുള്ള പാതാളത്തിലെ യാതനാ സ്ഥലത്തേക്കാണ്. എന്നാൽ ഇന്ന് മീതെയുള്ള പാതാളമായ ആ പഴയ നിയമ പർദീസയിൽ ആരും തന്നെ ഇല്ല. അവരെവിടെ പോയി? അവർ ഉയരത്തിലേക്ക് പോയി. അത് എവിടെ എഴുതി വെച്ചിരിക്കുന്നു? എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ എവിടെ എഴുതിയിരിക്കുന്നു? 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. 4-ാം അധ്യായത്തിൽ എവിടെ എഴുതിയിരിക്കുന്നു? 7 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അത് മുഴുവൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അതിങ്ങനെയാണ്: അവൻ പാതാളത്തിലിറങ്ങി, അവൻ ഉയരത്തിലേക്ക് കയറി. അങ്ങനാണ്, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. എന്നിട്ട് പൗലോസ് അവിടെ പറയുകയാണ്, കയറി എന്നതിനാൽ. കേൾക്കണം, നിങ്ങൾ വേദപുസ്തകം തുറന്നോണം, ഞാൻ ഈ വാക്യങ്ങളൊക്കെ പറയുന്നത് ശരിയാണോ എന്നറിയാൻ. അവൻ കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അവിടെ പൗലോസ് പറയുകയാണ്, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി. അതുവരെ ബദ്ധന്മാർ ഉയരത്തിലല്ലായിരുന്നു. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? എന്താണ് അതിന് അർത്ഥം? ഈ ബദ്ധന്മാര് നേരത്തെ ഭൂമിയുടെ അധോഭാഗങ്ങളിലായിരുന്നു, അഥവാ പാതാളത്തിലായിരുന്നു. ഈ ബദ്ധന്മാരാരാണ്? അതുവരെ ആ പാതാളത്തിന്റെ പർദീസ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പൊക്കൊണ്ടിരുന്ന പഴയ നിയമ വിശുദ്ധന്മാരായിരുന്നു. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈ ബദ്ധന്മാര് മീതെയുള്ള പാതാളത്തിൽ, ഈ പർദീസയിലായിരുന്ന ഈ വിശുദ്ധന്മാരുടെ ആത്മാക്കളുമായി ഉയരത്തിലേക്ക് പോയി. ഇന്നിപ്പോൾ അവരെവിടെയാണ്? ഉയരത്തിലെ പർദീസയിലാണ്. അതിന് വചനമുണ്ടോ? ഉണ്ട്. എവിടെയുണ്ട്? 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലുണ്ട്. അവിടെ പൗലോസ് തന്റെ അനുഭവം പറയുകയാണ്. 14 വർഷം മുൻപ് ഞാനൊരു മനുഷ്യനെ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളവും എടുക്കപ്പെട്ടു. അടുത്തത് പറയുന്നത് അവൻ പർദീസയോളവും എടുക്കപ്പെട്ടു. എന്റെ വാത്സല്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, യേശു മരണ അടക്ക ഉയർപ്പ് വരെ ഈ മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പാതാളത്തിൽ ആ പർദീസയിലായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റതോടുകൂടെ പാതാളത്തിലെ പർദീസയിൽ നിന്ന് ഈ വിശുദ്ധന്മാരുമായി യേശു പർദീസയിലേക്ക്, ഉയരത്തിലെ പർദീസയിലേക്ക് കൊണ്ടുപോയി. ആ പർദീസയ്ക്കാണ് 3-ാം സ്വർഗമെന്ന് പറയുന്നത്. അതാണ് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. അതുകൊണ്ട് പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കളും ഈ പുതിയ നിയമകാലത്ത് രക്ഷിക്കപ്പെട്ടു മരിക്കുന്ന ദൈവജനത്തിന്റെ ആത്മാക്കളും പോകുന്നത് ഉയരത്തിലെ പർദീസയിലേക്കാണ്, ആ 3-ാം സ്വർഗത്തിലേക്കാണ് എന്നുള്ള സത്യം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ നിങ്ങളോട് ഞാൻ ഓർപ്പിച്ചതുപോലെ കീഴെയുള്ള പാതാളത്തിലെ യാതനാ സ്ഥലത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. അന്നത്തെ ദുഷ്ടന്മാരും ഇന്നും രക്ഷിക്കപ്പെടാതെ മരിക്കുന്നവരുടെ ആത്മാക്കളും ആ യാതനാ സ്ഥലത്തേക്ക് പോകുകയാണ്. ഇവിടെ ഒരു അർത്ഥവിരാമം കൊടുത്തുകൊണ്ട് വന്നിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, നമ്മൾ എവിടേക്ക് പോകും? ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്, ജീവിത യാത്രക്കാരാ കാലടികൾ എങ്ങോട്ട്? നാശത്തിന്റെ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിന്റെ മുൻപിലെന്ത്? ഇന്ന് തിരുനക്കര മൈതാനിയിലും പരിസരത്തുമൊക്കെയായി ഈ വാക്കുകളെ കേൾക്കുന്നവരോട് സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ, ഇന്ന് നിങ്ങളുടെ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? ഉയരത്തിലെ പർദീസയിലേക്കോ, 3-ാം സ്വർഗത്തിലേക്കോ, അതോ അല്ലെങ്കിൽ നിത്യമായ യാതനാ സ്ഥലത്തേക്കോ?
ശാന്തമായി ചിന്തിക്കണം. ഇന്ന് രാത്രി നിന്റെ പാപത്തെ നീ വിടണം. നിന്റെ മദ്യപാനത്തോട് വിട പറയണം. നിന്റെ മയക്കുമരുന്നിനോട് വിട പറയണം. നിന്റെ വൃത്തികെട്ട ജീവിതത്തോട് വിട പറയണം. ഇന്ന് രാത്രി പാപത്തെ നീ കണ്ടെത്തുന്നില്ലെങ്കിൽ ഈ പാപം നിന്നെ കൊണ്ട് എത്തിക്കുന്നത് ഈ നിത്യമായ യാതനാ സ്ഥലത്തേക്കായിരിക്കും. അവിടെ നിന്ന് ഇന്ന് രാത്രിയിൽ ഒന്ന് വിടുവിക്കപ്പെടാൻ ഇടവരട്ടെ എന്ന് ഞാൻ വിശേഷാൽ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പോകുന്ന 2 സ്ഥലങ്ങളാണിത്. ഈ 2 സ്ഥലങ്ങളിലുള്ളവർ ആണ് ഉയർക്കാനായിട്ട് പോകുന്നത്. ഈ ഉയർപ്പിനെ സംബന്ധിച്ചും ഞാൻ 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറയാം. സമയബന്ധിതമായിട്ടാണ് ഈ വസ്തുതകൾ ഓർപ്പിക്കുന്നെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഈ ഉയർപ്പിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ ഈ ഉയർക്കും എന്നതിന്റെ തെളിവെന്താണ്? മനുഷ്യൻ മരിച്ചാൽ ഉയർക്കുമെന്നതിന്റെ തെളിവെന്താണ്? അത് ഉയരത്തിലെ പർദീസിലേക്ക് പോയവരായിരുന്നാലും കീഴെയുള്ള യാതനാ സ്ഥലത്തേക്ക് പോയവരായിരുന്നാലും ഉയർക്കുമെന്നതിന്റെ തെളിവെന്താണ്? ഈ 2 കൂട്ടരും ഉയർത്തെങ്കിൽ മാത്രമേ മരണം മനുഷ്യനെ വിട്ട് നീങ്ങിപ്പോകുകയുള്ളൂ. കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്താണ് ഉയർക്കുമെന്നതിന്റെ തെളിവ്? ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് മാത്രം പറയാം. അത് യേശുവിന്റെ ഉയർപ്പാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയ്ക്ക് മരിച്ചവർക്കൊരു ഉയർപ്പില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? അടിവരയിട്ട് ചിന്തിക്കണം. അവിടെ പൗലോസ് പറയുക, മരിച്ചവർക്ക് ഉയർപ്പില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ പൗലോസ് അവിടെ വ്യക്തമായ തെളിവ് ഹാജരാക്കുകയാ. എന്താണ് തെളിവ് ഹാജരാക്കുന്നത്? യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതിനാണ് അദ്ദേഹം ഓർപ്പിക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയ്ക്ക് മരിച്ചവർക്ക് ഉയർപ്പില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? എന്താണ് അതിന്റെ അർത്ഥം? യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് മരിച്ചവർക്ക് ഉയർപ്പുണ്ട്. ആ യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് കഴിഞ്ഞ 3 രാത്രിയിലും ദൈവദാസന്മാർ പ്രാഗൽഭ്യത്തോടുകൂടെ ഇവിടെ പ്രസംഗിച്ചില്ലേ? യേശു ഉയർത്തില്ലേ? നിശ്ചയമായും ഉയർത്തു. എന്താണ് അതിന്റെ തെളിവ്? ഇവിടെ പലരും ഓർപ്പിച്ചതുപോലെ പലസ്തീനിൽ തുറക്കപ്പെട്ടിയ ഒരു കല്ലറയുണ്ട്. ഉലക മഹാത്മാക്കളുടെ കല്ലറകൾ മുഴുവൻ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിന്റെ കല്ലറ അത് തുറക്കപ്പെട്ട കല്ലറയാണ്. ആ കല്ലറ വാക്കുകളും ഭാഷണങ്ങളും കൂടാതെ വാചാലമായി 21 നൂറ്റാണ്ടുകളായി ലോകത്തോട് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ്. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ യേശു അവിടുത്തെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ശിഷ്യന്മാർക്ക് മാത്രമാണോ? 1 കൊരിന്ത്യർ 15-ന്റെ ആരംഭത്തിൽ ഓർപ്പിക്കുന്നത് പോലെ 500-ലധികം ആളുകൾക്ക് യേശു പ്രത്യക്ഷനായി. സ്തെഫാനോസ് മരിക്കുമ്പോൾ തുറക്കപ്പെട്ട സ്വർഗത്തിൽ യേശുവിനെ കാണുന്നു. പത്മോസ് ദ്വീപിന്റെ കരിമ്പാറക്കെട്ടുകളുടെ നടുവിൽ ഏകനായി കിടക്കുന്ന യോഹന്നാൻ അപ്പസ്തോലന്റെ അടുക്കലേക്ക് മാറത്തു പൊൻകച്ച കെട്ടിയവനായി യേശു കടന്നു ചെല്ലുന്നു. ഇതൊക്കെ എന്താ വിളിച്ചറിയിക്കുന്നത്? അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നല്ലേ? ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞങ്ങ് പോകുകയാ. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. ഇവിടെ പാടുന്ന പാട്ടുകൾ വ്യർത്ഥം. ഇന്ന് രാത്രി ഈ പ്രസംഗത്തിലൂടെ, പാട്ടുകളിലൂടെ, വിശ്വാസത്തിലൂടെ ലോകത്തോട് ശക്തമായി വിളിച്ചറിയിക്കുന്നു യേശു ഉയർത്തെഴുന്നേറ്റുവെന്നുള്ളത്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് ഒരടയപ്പെട്ട കല്ലറയുടെ മുൻപിലല്ല. ഇവിടെ സഹോദരങ്ങൾ പാട്ടുപാടുന്നത് ഒരടയപ്പെട്ട കല്ലറയുടെ മുൻപിൽ ഇരുന്നു കൊണ്ടല്ല.
ഇവിടെ സഹോദരന്മാര് പ്രാർത്ഥിച്ചത് ഒരടയപ്പെട്ട കല്ലറയുടെ മുൻപിൽ നിന്നുകൊണ്ടല്ല. നിങ്ങളൊക്കെ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരടയപ്പെട്ട കല്ലറയുടെ മുൻപിൽ ഇരുന്നു കൊണ്ടല്ല. ഇന്ന് പകലിൽ അനേക കോടാനുകോടികൾ ഈ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഈ യേശുവിനെ ആരാധിച്ചു. അവരൊക്കെ ആരാധിച്ചതും അടയപ്പെട്ട കല്ലറയുടെ മുൻപിൽ ഇരുന്നു കൊണ്ടല്ല. അടയപ്പെട്ടെങ്കിലും 3-ാം ദിവസം തുറക്കപ്പെട്ട ഒരു കല്ലറയുണ്ട്. ദൈവത്തിന് മഹത്വം. ആ കല്ലറയുണ്ട്. കല്ലറ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വിവരിക്കുന്നില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, മരിച്ചവർക്ക് ഒരു ഉയർപ്പുണ്ടെന്നുള്ളതിന്റെ പ്രധാനമായ തെളിവ് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്നാണ്. അത് സംബന്ധിച്ച് തിരുവെഴുത്ത് പറയുന്ന മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. നിങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വളരെ സന്തോഷം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് നാം കാണുന്നത് ഇങ്ങനെയാണ്. യേശു മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റുവെന്നാണ്. യേശു മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റുവെന്നാണ്. ഈ ആദ്യ ഫലത്തെ കുറിച്ച് കർത്താവിന്റെ ദാസൻ 2-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു, അതോ ഇന്നലത്തെ 2-ാമത്തെ ദിവസം ഇന്നലെ ഓർപ്പിക്കുകയുണ്ടായി. ഈ ആദ്യ ഫലം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു. യഹൂദന്റെ നിലമൊക്കെ കൊയ്യാൻ സമയമാകുമ്പോൾ മൊത്തം അങ്ങ് കൊയ്തെടുക്കുകയല്ല, ആദ്യമായിട്ടൊരു കറ്റ കൊയ്തെടുക്കും. ആ കൊയ്തെടുക്കുന്ന കറ്റ ദൈവാലയത്തിൽ മഹാപുരോഹിതന്റെ കയ്യിലേക്ക് കൊടുക്കും. ആ കിട്ടുന്ന ആ കറ്റ മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ നീരാജനം ചെയ്യും എന്ന് അദ്ദേഹം ഓർപ്പിച്ചു. എന്താണ് നീരാജനം എന്നുള്ളത് അദ്ദേഹം ആംഗ്യസഹിതം നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കാണിച്ചു തന്നതാണ്. ഉയർത്തുകയും പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുക. അത് 4 ദിക്കിലേക്കും അത് സംഭവിക്കും. ഞാൻ ഇവിടെ ഓർപ്പിച്ചത് ആ കറ്റ നിർജീവമാണ്, ചേതനയറ്റതാണ്. എന്നാൽ ആ കറ്റക്കൂട്ടം ഈ മഹാപുരോഹിതന്റെ കയ്യിൽ ദൈവസന്നിധിയിൽ നീരാജനം ചെയ്യപ്പെടുമ്പോൾ ഈ കറ്റ മൗനമെങ്കിലും ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു സത്യമുണ്ട്. എന്നെ കൊയ്തെടുത്ത നിലത്ത് ഇനിയും വലിയൊരു കൊയ്ത്ത് നടക്കാനുണ്ട്. അതാണ് അവിടെ പൗലോസ് പറയുന്നത്. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? യേശു ഉയർത്തെഴുന്നേറ്റ മണ്ണിൽ ഇനിയും വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കാനുണ്ട്. അതാണ് അവിടെ വിളിച്ചറിയിക്കുന്നത്. ആകയാൽ യേശുവിന്റെ ഉയർപ്പ് മരിച്ചവർക്ക് ഉയർപ്പുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനി അടുത്തത്, ഈ പുനരുത്ഥാനം, ഈ ഉയർപ്പ്, മരിച്ചവരുടെ ഉയർപ്പ് എങ്ങനെയാ സംഭവിക്കുന്നത്? എല്ലാവരും കൂടി ഒന്നിച്ചുയർക്കുകയാണോ? ദുഷ്ടനും ശിഷ്ടനും നീതിമാനും വിശുദ്ധനും അശുദ്ധനും എല്ലാവരും കൂടി ഒരുമിച്ച് ഉയർക്കുകയാണോ? അല്ല. ആ ഉയർപ്പിനൊരു നിരയുണ്ടെന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. എവിടെയാണ്? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 22-ാം വാക്യത്തിലാണ്. ആ 15-ാം അധ്യായം 22-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഓരോരുത്തനും താന്റെ നിരയിലത്രേ. ഓരോരുത്തനും താന്റെ നിരയിലത്രേ. എന്നിട്ട് പറയുക, ആദ്യ ഫലം ക്രിസ്തു, 2 പിന്നെ ക്രിസ്തുവിനുള്ളവർ, 3 പിന്നെ അവസാനം. ഞാൻ അതിങ്ങനെ പറയട്ടെ. ആ നിരയിൽ ഒന്നാമത്തേത് യേശുവിന്റെ ഉയർപ്പാണ്, 2 യേശുവിനുള്ളവരുടെ ഉയർപ്പാണ്, 3 ഒടുവിലത്തെ ഉയർപ്പ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നാം ചിന്തിച്ചതുപോലെ യേശുവിന്റെ ഉയർപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ചരിത്രത്തിൽ അത് സംഭവിച്ചു. ഇനി അത് ആവർത്തിക്കപ്പെടുന്നതല്ല. ഇനിയും ദൈവത്തിന്റെ പഞ്ചാംഗ പ്രകാരം സംഭവിക്കാനുള്ള ഉയർപ്പ് യേശുവിനുള്ളവരുടെ ഉയർപ്പാണ്. ആരാണ് യേശുവിനുള്ളവർ? വേഗത്തിൽ എന്റെ വാക്കിൽ ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് വചനം ഒഴുകിക്കൊണ്ടിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ യേശു തന്റെ ആടുകളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കുള്ളവയെ ഞാൻ അറിയുന്നുവെന്നാണ്. അപ്പോൾ ഇനിയും നടക്കാനുള്ള ഉയർപ്പെന്ന് പറയുന്നത് യേശുവിനുള്ളവരുടേതാണ്, യേശു അറിയുന്നവരുടേതാണ്. ഇവിടെയും ഞാനൊരു അർത്ഥവിരാമം കൊടുത്തുകൊണ്ട് പറയുകയാണ്, എല്ലാവർക്കും യേശുവിനെ അറിയാം. ആർക്കാണ് യേശുവിനെ അറിയാത്തത്? യേശു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബഹുമാനമാണ്. പക്ഷേ ഒരു ചോദ്യം, യേശുവിനെ അറിയാവുന്ന ആളുകൾക്ക് യേശു നിങ്ങളെ അറിയുമോ എന്ന് ശാന്തമായി പരിശോധിക്കണം. ഞാൻ ഒരുപാട് ഭവന സന്ദർശനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനാ. ഇപ്പൊ താൻ നടത്തുന്നില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിന് വേണ്ടുവോളം ഒരു സാവകാശം കിട്ടുന്നില്ല. ഒരുപാട്
ഒരുപാട് നടത്തിയിട്ടുള്ളയാളാ. അങ്ങനെ സുവിശേഷം പറയാൻ ചില വീടുകളിൽ ചെല്ലുമ്പോൾ പുരാതനരായ പാരമ്പര്യമുള്ള ക്രൈസ്തവ ഭവനത്തിൽ കയറുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഉപദേശി, ഇതൊക്കെ പറയേണ്ടത് ഇവിടെയല്ല, ഇതൊക്കെ ആദിവാസികളുടെ ഇടയിൽ, ജാതികളുടെ ഇടയിലൊക്കെ പോയി പറയണം. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾക്കിത് വേണ്ടേ? ഞങ്ങൾക്കിതെല്ലാം അറിയാം. യേശു ജനിച്ചോ? യേശു ജനിച്ചു എന്നറിയാം. യേശു മരിച്ചോ? യേശു മരിച്ചു എന്നറിയാം. യേശു ഉയർത്തെന്നറിയാം. എല്ലാം അറിയാം. പക്ഷെ ഇവിടെ ഒരു ചോദ്യം അവശേഷിക്കുകയാ: യേശുവിന് നിങ്ങളെ അറിയുമോ? ഇന്ന് രാത്രി ഈ വചന കൂടാരത്തിൽ ഇരിക്കുന്നവരോട് ഞാൻ വളരെ സ്നേഹമസൃണമായി ചോദിക്കുകയാ, നിങ്ങൾക്ക് യേശുവിനെ അറിയാം, പക്ഷെ യേശു നിങ്ങളെ അറിയുന്നുണ്ടോ? എനിക്കുള്ളവയെ ഞാൻ അറിയുന്നു. ഞാൻ സാധാരണ പറയുന്ന ഒരു ദൃഷ്ടാന്തമുണ്ട്. നമുക്കെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയാം. എന്നോട് ചോദിച്ചാൽ പിന്നെ എനിക്ക് അദ്ദേഹത്തെ അറിയാം. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും പിന്നെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം. എന്നാൽ ഇനി അദ്ദേഹത്തെ കാണുമ്പോൾ ഒന്ന് ചോദിക്ക്, ആ കോട്ടയത്ത് മണർകാട് താമസിക്കുന്ന ഒരു ബ്രദറിന് ഉപദേശിയുണ്ട്, ചാണ്ടപ്പിള്ള ഫിലിപ്പ് എന്നയാളുടെ പേര്. അയാളെ അറിയാമോ എന്ന് ചോദിച്ചാൽ എന്തോ പറയും? എനിക്ക് ചാണ്ടപ്പിള്ളയെ അറിയത്തില്ല, ആകപ്പാടി ഒരു പിള്ളയെ അറിയാമായിരുന്നു, ബാലകൃഷ്ണ പിള്ള, പുള്ളി മരിച്ചും പോയി. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, നമുക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹം നമ്മളെ അറിയുന്നുണ്ടോ? വാത്സല്യ സഹോദരങ്ങൾ ഓർക്കണം, ഇന്ന് രാത്രി ഈ കൺവെൻഷൻ തീരുക, യേശുവിനെ അറിയാതിരിക്കരുത്. നാം ഇങ്ങനെ ഒരിടത്ത് വായിക്കുന്നു, യേശു പറയുകയാണ്, ശപിക്കപ്പെട്ടവരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല ഞാൻ നിങ്ങളെ അറിയുന്നില്ല, എന്നെ വിട്ടു പോകുവീനെന്ന അങ്ങനെ ഒരു ന്യായവിധിയുടെ ശബ്ദം ഇവിടെ വന്നിരിക്കുന്ന ആരും കേൾക്കാതിരിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിഷയത്തിലേക്ക് നമുക്ക് വരാം. യേശുവിന്റെ ഉയർപ്പ്, രണ്ട് യേശുവിനുള്ളവരുടെ ഉയർപ്പ്. ആരാണ് യേശുവിനുള്ളവര്? ദൈവത്തിന്റെ മക്കൾ, രക്ഷിക്കപ്പെട്ടവർ. ആരാണ് ദൈവത്തിന്റെ മക്കൾ? യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു, രക്ഷിക്കപ്പെടണം. റോമർ 10:9 യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ, ദൈവമക്കളുടെ, പാപമോചനം പ്രാപിച്ചവരുടെ, അവരാണ് ക്രിസ്തുവിനുള്ളവർ. ആ ക്രിസ്തുവിനുള്ളവരുടെ ആ ഉയർപ്പ് നടക്കാൻ പോകുക. അതാണ് ഈ ലോക ചരിത്രത്തിൽ ആദ്യമായി നടക്കാനുള്ളത്. അതെപ്പോൾ സംഭവിക്കുമെന്ന് 1 കൊരിന്ത്യർ 15:23 പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. എന്ന് നടക്കും? അവന്റെ വരവിങ്കൽ. യേശുവിനുള്ളവർ ഉയർക്കും അവന്റെ വരവിങ്കൽ. ആരുടെ വരവിങ്കൽ? യേശുവിന്റെ വരവിങ്കൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഹോദരന്മാരത് ഓർപ്പിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ പാട്ടും അതല്ലേ പാടി അവസാനിപ്പിച്ചത്? യേശു വരും. വരുമോ പ്രിയരെ? നിശ്ചയമായും വരും. അതിനെന്തെല്ലാം തെളിവുകളാ ബൈബിളിലുള്ളത്? പഴയ നിയമ പ്രവാചകന്മാർ അത് സംബന്ധിച്ചു പറയുന്നുണ്ട്. യേശു അവിടുന്ന് തന്നെ അത് സംബന്ധിച്ചു പറയുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാർ അത് സംബന്ധിച്ചു പറയുന്നു. സ്വർഗത്തിലെ ദൂതന്മാർ അത് സംബന്ധിച്ച് പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികള് അത് വിളിച്ചറിയിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചമാകുന്ന പുസ്തകത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും യേശുവിന്റെ വരവിനെ വിളിച്ചോതുകയാ. ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ കേട്ടായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യേശു വരാൻ പോകുകയാ. എത്ര കാലം ഇങ്ങനെ ഒരു കൺവെൻഷൻ നടക്കുമെന്ന് പറയാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, അടുത്ത വർഷം ഇത് നടക്കുമെന്ന് പറയാൻ കഴിയുകയില്ല. ഇങ്ങനൊരു യോഗം ഇവിടെ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയുകയില്ല. നാം എല്ലാം ഇവിടെ കൂടി വരുമെന്ന് പറയാൻ കഴിയുകയില്ല. ഈ പ്രസംഗം തുടരുമെന്ന് പറയാൻ കഴിയുകയില്ല. യേശു വരാറായി, യേശു വരാറായി. ഈ കയ്യെത്താവുന്ന ദൂരത്ത് യേശു നിൽക്കുകയാ. എത്രയും വേഗം വരും, 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 വരും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 7, 12, 20 ഈ 3 വാക്യങ്ങളിൽ ആവർത്തിച്ച് യേശു തന്നെ പറയുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ഇന്ന് രാത്രി പ്രിയരെ, ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? പോയതുപോലെ വരുന്നവൻ ഒരുവൻ മാത്രം വേഗത്തിൽ വരാൻ പോകുക. ആ വരവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമായ അവിടുത്തെ മണവാട്ടി സഭയെ തന്റെ സവിധത്തിലേക്ക് ചേർക്കാൻ യേശു വരാൻ പോകുക.
യേശു വരുന്ന വരവിനെ കുറിച്ച് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങള്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങള്, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 50 മുതൽ 58 വരെയുള്ള വാക്യങ്ങള്, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങള്, ഇവിടെയെല്ലാം യേശുവിന്റെ വരവും ദൈവജനത്തിന്റെ എടുത്തുകൊള്ളപ്പെടലും വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. അത് വിവരിപ്പാനും വിശദീകരിപ്പാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയും വേഗം യേശു വരും. യേശു വന്നു കഴിഞ്ഞാൽ ഇതുവരെ ക്രിസ്തുവിൽ മരിച്ച് ആത്മാക്കൾ ഇമ്പങ്ങളുടെ പർദീസയിൽ ഉയരത്തിലെ 3-ാം സ്വർഗത്തിലായിരിക്കുന്ന ആ ആത്മാക്കളും മണ്ണിൽ കിടക്കുന്ന ഈ ശരീരവും ഒന്നിച്ചു ചേർന്ന് ഹല്ലേലൂയ തേജസ്കരിക്കപ്പെട്ടുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെടാൻ പോകുക. അന്ന് മരിക്കാതിരിക്കുന്ന വിശുദ്ധന്മാര്, ജീവനോടിരിക്കുന്നവര്, അവര് തേജസ്കരിക്കപ്പെട്ട ശരീരം, രൂപാന്തരപ്പെട്ട ശരീരം പ്രാപിച്ച് ഇവരോടൊരുമിച്ച് മഹാകവി KV സൈമന്റെ ഭാഷയിൽ പറഞ്ഞാൽ 1000 കോടി വാനഗോളങ്ങളെ താണ്ടിക്കൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെടാൻ പോകുക. ആ ഒരു ഉയർപ്പ് നടക്കുമ്പോഴുണ്ടല്ലോ, വിശുദ്ധന്മാരിൽ നിന്ന് പൗലോസ് പറഞ്ഞതുപോലെ മരണം നീങ്ങിപ്പോകുകയാണ്. നിങ്ങൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 57-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് നീങ്ങിപ്പോകുന്നതെന്ന് പറയുന്നുണ്ട്. കേട്ടോളൂ. ഈ മർത്യമായത് അമർത്യതയെ ധരിക്കും, ഈ ദ്രവത്വമായത് അദ്രവത്വത്തെ ധരിക്കും. എന്നിട്ട് അടുത്തത് പറയുന്നത് ഇങ്ങനെ, കേൾക്കണം, ഇങ്ങനെ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ആരുടെ? വിശുദ്ധന്മാരുടെ, രക്ഷിക്കപ്പെട്ടവരുടെ, ദൈവമക്കളുടെ, മണവാട്ടി സഭയുടെ. അവർ രൂപാന്തരപ്പെട്ട് തേജസ്കരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ 1 കൊരിന്ത്യർ 15-23 പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം വിശുദ്ധന്മാരെ വിട്ട് നീങ്ങിപ്പോവുക. പക്ഷേ അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നില്ല. ഇനി അല്പസമയം കൂടി ഞാൻ എടുത്തു പ്രസംഗിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തത് 2ാമത്തെ പുനരുത്ഥാനമാണ്. അതെപ്പോഴാ സംഭവിക്കുന്നത്? ആ 2ാമത്തെ പുനരുത്ഥാനം അല്ലെങ്കിൽ അവസാനത്തെ പുനരുത്ഥാനം അല്ലെങ്കിൽ ഒടുക്കത്തെ പുനരുത്ഥാനം, അത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവിടെയാണ് ഈ ഒടുക്കത്തെ പുനരുത്ഥാനം. അതും കൂടെ സംഭവിച്ചെങ്കിലേ മരണം മനുഷ്യനെ വിട്ട് നീങ്ങിപ്പോകുകയുള്ളൂ. എന്നാൽ ഇതെന്നാ സംഭവിക്കുന്നത്? ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെ സഹോദരൻ കർത്താവിന്റെ ദാസൻ PV രാജു ഓർപ്പിച്ചതുപോലെ ലോകത്തിലൊരു ഏകലോക ഗവൺമെന്റ് വരാൻ പോകുകയാണ്. ഈ ഏകലോക ഗവൺമെന്റിന്റെ തലവനായി ഒരു ഏകലോക ഛത്രാധിപതി ഭരണത്തിനായിട്ട് എഴുന്നേൽക്കാൻ പോകുകയാണ്. അതെപ്പോഴാണ്? സഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം, അഥവാ വിശുദ്ധന്മാരിൽ നിന്ന്, മണവാട്ടി സഭയിൽ നിന്ന്, ദൈവമക്കളിൽ നിന്ന് മരണം നീങ്ങിപ്പോയി അവർ കർത്താവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ മഹാപീഡനം ആരംഭിക്കുകയാ. എതിർ ക്രിസ്തു എഴുന്നേൽക്കുകയാ. വിവരിക്കുന്നില്ല. ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും മേലിൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകുമെന്ന് യേശു ക്രിസ്തു മത്തായി 24 പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അതൊരു വലിയ കഷ്ടം, അത് യാക്കോബിന്റെ കഷ്ടകാലമായിരിക്കും. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാളരാത്രിയിലേക്ക് ലോകം വിടപ്പെടാൻ പോകുക. ഇന്ന് രാത്രി വചന കൂടാരത്തിലും പരിസരത്തുമായി എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, യേശു യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരാൻ പോകുക. അതെ, ഈ സമയം ഒരു കാളരാത്രി വരാൻ പോകുക. ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകം അന്ധകാരത്തിലേക്ക് വിടപ്പെടുകയാണ്. അതാണ് ബൈബിളിൽ വായിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവസഭ പോയി കഴിഞ്ഞ് 7 വർഷം എതിർ ക്രിസ്തുവിന്റെ ഭരണമാ.
ഒത്തിരി കാര്യങ്ങൾ അവിടെ അരങ്ങേറുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചാൽ 7 മുദ്രകളിലൂടെ, 7 ക്രോധകലശങ്ങളിലൂടെ, 7 കാഹളങ്ങളിലൂടെ ദൈവം ഭൂമിയുടെ മേൽ ചൊരിയുന്ന ക്രോധത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയരെ, അതൊക്കെ വിവരിപ്പാൻ നേരമില്ല. തിരുവെഴുത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ആ കാലഘട്ടത്തിൽ മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കും, മരണം മനുഷ്യനെ വിട്ടുപോകുമെന്നാണ്. അടുത്തത് പറയുന്നത് എന്താണ്? ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ നടുവിന് കൈ കൊടുത്തുകൊണ്ട് നിൽക്കും, ഏത് മുഖവും വിളറിയിരിക്കുമെന്ന. അയ്യോ, ആ ഒരു കാലഘട്ടം നമുക്ക് വിവരിപ്പാൻ കഴിയാത്തതിനേക്കാൾ അപ്പുറമായ ഒരു കഷ്ടകാലമായിരിക്കും. ആ കാലത്താണ് ഇസ്രായേൽ ജനം എതിർ ക്രിസ്തുവിന്റെ ഉരുക്കുമുഷ്ടികളിൽ ഞെരിയപ്പെടാൻ പോകുന്നത്. എന്നാൽ റോമാലേഖനം 11 വായിക്കുന്നത് പോലെ ആ മഹോപദ്രവകാലത്ത് ഇസ്രായേൽ കഠിനമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ റോമർ 11 പൗലോസ് പറയുന്ന പോലെ വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. ദൈവസഭയെ ചേർത്തുകൊണ്ട് യേശു രാജാധിരാജാവായി അവിടുത്തെ മഹത്വ പ്രത്യക്ഷത വെളിപ്പെടുത്തും. അതാണ് റോമർ 11 വായിക്കുന്നത്. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അന്ന് ഇസ്രായേൽ മുഴുവനായി രക്ഷിക്കപ്പെടും. അങ്ങനെ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ജീവനോടുകൂടെ പിടിച്ചുകെട്ടി തീപ്പൊയ്കയിലേക്കെറിയും. അവന്റെ സൈന്യങ്ങളെ വകവരുത്തും. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വാഴപ്പിണ്ടി വെട്ടിയിട്ട കണക്ക് പലസ്തീനിന്റെ വീതികളിൽ, കുന്നുകളിൽ, മലകളിൽ, താഴ്വരകളിൽ അന്തിക്രിസ്തുവിന്റെ സൈന്യത്തിന്റെ ശവങ്ങള് കുമിഞ്ഞുകൂടും. അങ്ങനെ കുമിഞ്ഞുകൂടുമ്പോഴാ ഒരു ദൂതൻ ആകാശമധ്യേ പറന്നുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്, പക്ഷികളെ വരുവീൻ, മഹാദൈവത്തിന്റെ അത്താഴത്തിന് വരുവീൻ. വെളിപ്പാട് 20 അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? പക്ഷികൾ വന്ന് ഇവരുടെ മാംസം തിന്ന് അവർക്ക് തൃപ്തി അടഞ്ഞുവെന്നാണ്. അങ്ങനെ ഇവിടെ ലോകത്തിന്റെ ഭരണം അവസാനിക്കുകയാ. ഇനി ഒരു മനുഷ്യൻ ലോകത്തെ ഭരിക്കുകയില്ല. എന്റെ വാക്കിൽ പറഞ്ഞാൽ അനീതിയുള്ള അരജന്മാരുടെ ഭരണത്തിന് അങ്ങനെ തിരശ്ശീലയിടുകയാ. അടുത്തത് 20-ാം അധ്യായത്തിന്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ ഒരു സഹസ്രാബ്ദ ഭരണം. എന്റെ പ്രിയപ്പെട്ടവരെ, 1000 ആണ്ട് യേശു ഭരിക്കാൻ പോകുകയാ. അതൊക്കെ രസകരമാണ് പറയാനും കേൾക്കാനും. 1000 ആണ്ട് ഭരിക്കാൻ പോകുകയാ. ഒരു രാജാവ് നീതിയോടുകൂടെ വാഴും. അന്ന് ശത്രുതയില്ല. ഒരു കൊച്ചുകുട്ടി സർപ്പത്തിന്റെ പോതിങ്കൽ കൈയിടും, സർപ്പം അതിനെ കടിക്കുകയില്ല. പുള്ളിപ്പുലിയും കുഞ്ഞാടും കൂടെ മേയും, പുള്ളിപ്പുലി കുഞ്ഞാടിനെ കടിച്ചു കീറുകയില്ല. ബാലസിംഹം പുല്ലു തിന്നും കാളയെ പോലെ. അത് മാംസബുക്കായിട്ട് മാറുകയില്ല, സസ്യബുക്കായിട്ട് മാറും. തന്നെയല്ല, ആയുസ് കൂടും. അന്ന് 100 വയസ്സുള്ള ഒരു വൃദ്ധൻ മരിച്ചാലും പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു ബാലൻ മരിച്ചുവെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ. അടുത്ത ഒരു വാക്യം പറയുന്നത് ഇങ്ങനെയാ: സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുമെന്നാണ്. വീണ്ടും തിരുവെഴുത്ത് എന്താ പറയുന്നതെന്നറിയാമോ? അന്ന് യുദ്ധമുണ്ടാകുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നു, അന്നവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും അവരുടെ കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഭരണമാണ് 1000 ആണ്ട് ഭരണം. അത് കഴിഞ്ഞു ദൈവം ഈ ഭൂമിയെയും ആകാശത്തെയും തീക്കിരയാക്കി. ഇത് രണ്ടും മാറിപ്പോകും. തുടർന്ന് അന്ത്യനായ വിധിയാണ്. വെളിപ്പാട് പുസ്തകം 20:11 മുതൽ 15 വരെ വെള്ള സിംഹാസനം വെക്കുകയാ. വെള്ള സിംഹാസനത്തിൽ യേശു വിരിക്കുകയാ. യേശു ന്യായം വിധിക്കാൻ പോകുകയാ. യോഹന്നാൻ 5 വായിക്കുന്നത് പോലെ പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാ. ആ പുത്രന്റെ മുൻപിൽ ഇതായിരിക്കുകയാ. ഒരിക്കൽ ഈ പുത്രൻ ആസനത്തിൽ ഇരിക്കുന്ന പീലാത്തോസിന്റെ മുൻപിൽ നിന്നെങ്കിൽ ഇന്ന് ഈ പുത്രൻ വെള്ള സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുകയാ. അവന്റെ മുൻപാകെ പീലാത്തോസ് ഉൾപ്പെടെയുള്ള സകലരും നിൽക്കാൻ പോകുകയാ. സകല ദുഷ്ടന്മാരും പാപികളും രക്ഷിക്കപ്പെടാത്ത എല്ലാവരും നിൽക്കാൻ പോകുകയാ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? പുസ്തകങ്ങൾ തുറന്നു കേട്ടോണം. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. അടുത്തത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും
തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ഇത് രണ്ടാമത്തെ മരണം. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഒടുവിലത്തെ പുനരുത്ഥാനം അതാണ്. രക്ഷിക്കപ്പെടാത്ത സകല ആളുകളും, ആദ്യത്തെ ദുഷ്ടനായ കയീൻ മുതൽ ഒടുവിൽ രക്ഷിക്കപ്പെടാത്ത പാപി വരെയും ഏതു വമ്പന്മാരും ആ വെള്ള സിംഹാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ബൈബിളിൽ 50-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഇവ നീ ചെയ്ത്, കേൾക്കണം, നിർത്താൻ പോകുക, ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാ നിന്റെ കണ്ണിന്റെ മുൻപിൽ ഞാൻ അവയൊക്കെ നിരത്തിവെക്കും. എന്നിട്ട് പറയുന്നത് എന്താണ്? യഹോവയെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, ആർക്കും വിടുവിപ്പാൻ കഴിയുകയില്ല. ഓ, എത്ര ഭയങ്കരമായ ന്യായവിധി വരാൻ പോകുക. ഒടുവിലത്തെ പുനരുത്ഥാനത്തിങ്കൽ എല്ലാവരും ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരാണ്. അവർ നരകത്തിലേക്ക് പോകും. കേൾക്കണോ നിങ്ങള്? ഈ ഒടുവിലത്തെ പുനരുത്ഥാനം, രണ്ടാമത്തെ പുനരുത്ഥാനം, അന്ത്യ ന്യായവിധിക്കുള്ള പുനരുത്ഥാനം സംഭവിച്ചു കഴിയുമ്പോഴാണ് വെളിപ്പാട് 20:14 പറയുന്നത്, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ട് ഇനി മരണമില്ല. 21:5 വരുമ്പോൾ എന്താ എഴുതിയിരിക്കുന്നറിയാമോ? ഇനിയും മരണം ഉണ്ടാകുകയില്ല. മനസ്സിലാക്കണം, ഇനിയും മരണം ഉണ്ടാകുകയില്ല. മരണത്തെ എന്ത് ചെയ്തു? തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു. അങ്ങനെ 1 കൊരിന്ത്യർ 15:23 അന്ന് നിവർത്തിക്കപ്പെടും. എന്താണ് ആ വചനം? ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഇന്ന് രാത്രി ഒരുക്കപ്പെടുക. ദൈവപുത്രനായ യേശു കാൽവറിയിലെ ക്രൂശിൽ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ഒഴുക്കി തന്ന ആ തിരുരക്തത്തിൽ ആശ്രയിക്കുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. യേശുവല്ലാതെ വേറെയൊരു രക്ഷിതാവില്ല. യേശുവല്ലാതെ വേറെയൊരു മധ്യസ്ഥനില്ല. യേശുവല്ലാതെ വേറെയൊരു ദൈവമില്ല. ഓ, യേശുവല്ലാതെ വേറെയൊരു കർത്താവില്ല. കാൽവറിയിലെ ക്രൂശിൽ മാനവജാതിയുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഉയർത്തപ്പെട്ട് മനുഷ്യൻ അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ അന്ധകാരത്തിന്റെ മണിക്കൂറുകളിൽ മുഴുവൻ അനുഭവിച്ച് സ്വന്തം തോളി തലയെ ചായ്ച്ച് പ്രാണനെ വെച്ച് തന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ഇന്ന് രാത്രി നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടുന്നു. മകളെ, മകനെ, നിന്നെ രക്ഷിപ്പാൻ എനിക്ക് താല്പര്യമുണ്ട്. നിനക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്. നിന്റെ മരണത്തെ നീക്കാൻ, നിന്റെ ന്യായവിധിയെ നീക്കാനാണ് ഞാൻ തകർക്കപ്പെട്ടത്. എന്നിൽ വിശ്വസിച്ച് എന്നെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ നിനക്ക് പർദീസയുണ്ട്. ഹല്ലേലൂയ. നിനക്ക് സ്വർഗമുണ്ട്, നിനക്ക് നിത്യജീവനുണ്ട്, നിനക്ക് പാപമോചനമുണ്ട്, നിനക്ക് രക്ഷയുണ്ട്, നിനക്ക് പരിശുദ്ധാത്മാവിനെ നൽകും. ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു അനുഭവത്തിലേക്ക് വരാത്തവർ ഇപ്പോൾ തന്നെ നാളത്തേക്ക് മാറ്റിവെക്കരുത്. നിന്റെ പാപത്തെ വിട്ടൊഴിയുക. പാട്ടുകാരൻ പാടുന്നത് പോലെ, പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനിയും പോകുകയില്ല. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാൻ ഇനിയും. ആ കുരിശിന്റെ ചുവട്ടിലേക്ക് വരിക. ഏതൊരു പാപിയെയും രക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ എത്ര വലിയ പാപിയാകട്ടെ, ഈ കോട്ടയം തെരുവ് വീതിയിലെ ഏറ്റവും നഷ്ടപ്പെട്ടവനാകട്ടെ, എത്രയും വലിയ ദുർനടപ്പുകാരനുമാകട്ടെ, നിങ്ങളെ സ്നേഹിക്കുന്ന യേശു ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. യേശുവേ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് വന്ന്, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. എന്നെ ഈ വചന കൂടാരത്തിന്റെ അകത്തും പുറത്തുമായി കേൾക്കുന്നവരിൽ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് ഒടുവിലത്തെ ദിവസമാണ്. ഈ 4 ദിവസവും സന്ദേശം ശക്തമായി ദൈവദാസന്മാർ മുഖാന്തരം നിങ്ങളെ കേൾപ്പിച്ചു. ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള കരുണ, നിങ്ങളോടുള്ള കൃപ, അത് നിങ്ങൾ നഷ്ടമാക്കരുത്. ദൈവപുത്രനെ ത്യജിച്ച് കളയരുത്. നിങ്ങളെ ശുദ്ധീകരിപ്പാൻ ഒഴുക്കി തന്ന നിയമരക്തത്തെ മലിനമെന്ന് വിചാരിക്കരുത്.
പുളിച്ചോ കുഞ്ഞാട്ടിന്റെ രക്തത്തിൽ ഇന്ന് രാത്രിയിൽ ആ യേശുവിന്റെ അടുക്കലേക്ക് വരിക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും താല്പര്യമുണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ് നിങ്ങൾക്ക് മുൻപോട്ട് പോരാം. സമയം അധികമൊന്നും ആയിട്ടില്ല. 7 കഴിയുമോ മറ്റോ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മുന്നോട്ട് വരാം. സന്ധ്യയായതേ ഉള്ളൂ. സമയം കളയരുത്. വലിയ കൂരിരുളാകുന്നതിന് മുൻപ് ഇന്നാകട്ടെ രക്ഷാ ദിവസം, ഇപ്പോളാകട്ടെ സുപ്രസാദകാലം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ തിരുനക്കരയോട് ദൈവം കരുണ കാണിക്കട്ടെ. കോട്ടയത്തോട് കരുണ കാണിക്കട്ടെ. ഈ കൺവെൻഷൻ മുഖാന്തരം ഇവിടെ ഒരു വലിയ ആത്മീയ ചലനമുണ്ടാകുവാൻ ഇടവരട്ടെ. ദൈവമക്കളെ, ഇന്ന് മരണത്തിന് വിധേയപ്പെട്ട് മരണത്താൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മാറി അതിന്റെ വേർപാടിന്റെ ആഴമുള്ള നൊമ്പരം അനുഭവിച്ചുകൊണ്ട് നമ്മളിൽ പലരും കഴിയുകയാണ്. എന്നാൽ അവരിൽ നിന്നും നമ്മളിൽ നിന്നും മരണം നീങ്ങിപ്പോകുന്ന ദിവസമേറ്റം അടുത്തിരിക്കുന്നു. യേശു വരാറായി. യേശുവിന്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിപ്പിക്കുകയാണ്. വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള പ്രിയ സഹോദരന്മാർ എത്രയും പെട്ടെന്ന് ആ വേദിയിലേക്ക് വരണം. ഈ സമയത്ത് കർത്താവിന്റെ ദാസൻ ബിനു മാത്യു പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതാണ്. ദയവായി എല്ലാവരും സഹകരിക്കുക. അത് കഴിഞ്ഞിട്ട് പോകാവൂ എന്നുള്ളവരും അറിയിക്കുന്നു. രണ്ട് നോട്ടീസുണ്ട്. മേലേകാവ് മറ്റം കൺവെൻഷൻ ജനുവരി 16, 17, 18 ദിവസങ്ങളിലാണ്. അതുപോലെ തന്നെ പാമ്പാടി ക്രൂസൈഡ് ജനുവരി 22 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ അതിന് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, വേദിയിലേക്ക് വരിക. ഈ അവസരത്തിൽ കർത്താവിന്റെ ദാസൻ ബിനു മാത്യു പ്രാർത്ഥിച്ച നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മെ കേൾപ്പിച്ച വചനത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതേ തിരുവെഴുത്തുകൾ പ്രകാരം അവൻ മടങ്ങി വരുവാനായിട്ട് പോകുന്നു. ആ കർത്താവിന്റെ വരവിനെ വിശ്വാസത്താൽ നോക്കി കണ്ടുകൊണ്ട് ദൈവഭക്തിയുള്ളവരായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസന് ദൈവം സമൃദ്ധമായ വചനം കൊടുത്തല്ലോ. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വമുള്ള ദൈവമേ, സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകുന്നുള്ള വചനത്തെ ആസ്പദമാക്കി വളരെ അനുഗ്രഹമായ നിലയിൽ ഇന്ന് രാത്രിയിൽ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുവാൻ തക്കവണ്ണം നിന്റെ ദാസനെ കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. അതിനായിട്ട് തിരുനാമത്തിന് സ്തോത്രം. എല്ലാ സാഹചര്യങ്ങളെയും അനുകൂലമാക്കി കൊടുത്ത ദൈവത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, കഴിഞ്ഞ 4 രാത്രികളിലും ഈ മൈതാനത്ത് വളരെ അനുഗ്രഹമായ നിലയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുവാൻ അവിടുത്തെ ദാസന്മാരെ ഉപയോഗിച്ച അവിടുത്തെ വലിയ ദയക്കായിട്ട് തിരുനാമത്തിന് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അവസാനമായി കേട്ടതുപോലെ അവിടുന്ന് അരികെ വാതിക്കൽ ആയിരിക്കുന്ന ഈ സമയത്ത് കർത്താവെ, ഉണർവോടുകൂടെ, പ്രത്യാശയോടുകൂടെ, ഉത്സാഹത്തോടുകൂടെ കർത്താവിനെ സ്നേഹിപ്പാനും സേവിപ്പാനും ഞങ്ങൾക്കിടയാക്കി തീർക്കേണ്ടതിനായിട്ട് ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഈ 4 ദിവസത്തെ മീറ്റിംഗിനെയും കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി തിരുനാമത്തിന് സ്തോത്രം. കർത്താവെ, അവിടുന്ന് വേഗം വരുവാൻ പോകുന്നു. അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ ഇനിയും ഉണർന്ന് പ്രവർത്തിപ്പാൻ ഞങ്ങൾ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവെ, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരും കർത്താവെ നിത്യശിക്ഷാവധി കോഹരിക്കാരായി തീരുവാൻ ഇടയാകാതെ വണ്ണം അവിടുത്തെ കൃപയാൽ കർത്താവ് സൂക്ഷിക്കേണ്ടതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജീവിപ്പിക്കുന്ന അവിടുത്തെ സുവിശേഷത്തിനായിട്ട് സ്തോത്രം. അത് വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും ദൈവഭക്തരായും ജീവിക്കുവാനും ഓരോരുത്തരെയും കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമൃദ്ധമായി ലഭിച്ച ദൈവവചനത്തിനായിട്ട് സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. ഈ ദിവസങ്ങളുടെ ഗാന ശുശ്രൂഷയും ഈ ദിവസങ്ങളിലെ എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമാക്കി തീർത്ത കൃപയ്ക്കായി തിരുനാമത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉത്സാഹത്തോടെ കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. ചോദിച്ച നന്മകളാൽ നിറയ്ക്കണമേ. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. കർത്താവിന്റെ വരവിന് വേണ്ടി ദീർഘക്ഷമയോടെ കാത്തിരിപ്പാൻ ഞങ്ങൾ ഇടയാക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവസാനമായി കേട്ടതുപോലെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു.
അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ആ അനുഗ്രഹീതമായ അനുഭവം ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. അതിനായിട്ട് സ്തോത്രം. തിരുനാമത്തെ തുറന്ന് മഹത്വപ്പെടുത്തണം. ഇന്ന് എല്ലാ കാര്യങ്ങളുമേലും കർത്താവിന്റെ കൃപയുണ്ടാകുന്നവർക്ക് സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഗായകസംഘത്തോടൊപ്പം ഈ സ്തോത്രഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ കഞ്ചരത്തിൽ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. ലോകപാപച്ചുമടിനെ ശിരസ് കൊണ്ടു ചുമന്നൊഴിപ്പതി കുരിശെടുത്തു ഗൊൽഗോഥാവിൽ പോയോനി. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ. യേശുനാമത്തിനു ജയം. അല്ലെല്ലാം അവനാകലെ കളയുമേ. യേശു രാജാവിലോചനം നല്ലവനാം യേശു രാജൻ വരും. സർവവല്ലഭ യേശുവേ വേഗം വരണം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. നമ്മുടെ കരങ്ങൾ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മെല്ലാവരുടെ മേലും, വിശേഷാൽ വനസൂക്ഷിച്ച കർത്താവിന്റെ ദാസന്റെ മേലും കുടുംബത്തിന്റെ മേലും ഇപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ പ്രകാശനം ചെയ്ത കോട്ടയം കൺവെൻഷന്റെ സപ്ലിമെന്റിന്റെ എല്ലാ കോപ്പികളും നിങ്ങൾ നിർബന്ധമായും കൊണ്ടുപോകേണ്ടതാണ്. ഒരു വീട്ടിന് ഒരെണ്ണം എന്ന നിലയിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കൊണ്ടുപോകണം. ഈ കൺവെൻഷന്റെ അനുഗ്രഹമായ നടത്തിപ്പിന് വേണ്ടി ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച ദൈവദാസന്മാർ, സഹോദരന്മാരൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾ ആരും വേഗത്തിൽ ഭവനങ്ങളിലേക്ക് പോകരുത്. ചില ക്രമീകരണങ്ങളുടെ ഇവിടെ ചെയ്യുവാനായിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെല്ലാം ഇവിടെ കാണണമെന്ന് അറിയിക്കുന്നു.